മോർണിംഗ്. നമ്മളിന്നൊരു പ്രോബ്ലം ചെയ്ത് നോക്കുകയാണ്. ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ അകത്തുള്ള വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. സെക്യൂരിറ്റി പ്രീമിയം ഉള്ള ഇഷ്യൂ ചെയ്യുമ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും മോർ ദാൻ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഷെയറിന് വരുന്നത്, എമൗണ്ട് വരുന്നത്. നോക്കാം. ഇഷ്യൂഡ് 5000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. 5000 ഷെയർസുകളുണ്ട്. പ്രീമിയം 5 പെർ ഷെയർ. അപ്പം ഫേസ് വാല്യൂ 10 ആണ്, പ്രീമിയം 5 ആണ്. അപ്പോൾ എത്ര വരും? ഒരു ഷെയറിന് 15 വരും. 10 + 5 10 + 5 = 15 ആണ് ഷെയറിൻ്റെ വാല്യൂ വരുന്നത്. ഫേസ് വാല്യൂ 10ഉം പ്രീമിയം 5 ആണ്. ദ എമൗണ്ട് വാസ് പേയബിൾ 3 ഓൺ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷനിലൂടെ 3, 7 ഓൺ അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് പ്രീമിയം. അലോട്ട്മെൻറ്റിൽ പ്രീമിയം കൂടിയുണ്ട്. പ്രീമിയം എത്രയാണ്? 5 കൂടിയുണ്ട്. ആൻഡ് ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ബാലൻസ് എമൗണ്ട് ഫൈനൽ കോളിലൂടെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പം ബാലൻസ് എമൗണ്ട് തന്നിട്ടില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. 3ഉം 7ഉം 10 ഓൾറെഡി അപ്ലിക്കേഷനിലൂടെയും അലോട്ട്മെൻറ്റിലൂടെയും കളക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന 5 ഫസ്റ്റ് കോളിലാണ് കളക്ട് ചെയ്യുന്നത്. ഓൾ ഷെയർസ് വർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ആൻഡ് ഓൾ മണി ഡ്യൂലി റിസീവ്ഡ്. ഷോ ദ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. 5000 ഷെയർസാണുള്ളത്. ആദ്യം അപ്ലിക്കേഷൻ എമൗണ്ട് ബാങ്കിലേക്ക് വരും. അപ്പോൾ 5000 ഷെയർസാണ്. അപ്ലിക്കേഷൻ എമൗണ്ട് 3 ആണ്. 5000 × 3 എത്ര? 15,000 ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻസ്. പിന്നെ ആ എമൗണ്ട് എവിടത്തേക്ക് മാറ്റണം? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ 15,000 തന്നെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി വരുന്നത് ഷെയർ അലോട്ട്മെൻ്റ് ആണ്. ഷെയർ അലോട്ട്മെൻറ്റ് 7 ആണ്. അതിൽ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് 5 ഉണ്ടാകും. ബാക്കി എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്കാണ് പോരുക. അപ്പോൾ എങ്ങനെ വരും? ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്നത് ആദ്യം ജേർണൽ എൻട്രി കാണിക്കാം. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ എത്ര വരും? 5 വരും. 5 × 2 5 × 5 5 × 5 ആണ്. സെക്യൂരിറ്റി പ്രീമിയം 5 ആണ്. 5 × 5 25. ഷെയർ ക്യാപിറ്റൽ എത്രയാണ് വരിക? 2 × 5000. അപ്പം 10,000 ഷെയർ ക്യാപിറ്റലും കാണിക്കാം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലും കാണിക്കുക 25,000. ടോട്ടൽ ഷെയർ അലോട്ട്മെൻറ്റ് 35,000. അത് ബാങ്കിൽ കിട്ടുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് വരും. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 35,000. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആകുന്നു. നമുക്കറിയാം ബാലൻസ് എമൗണ്ട് 5 ആണ്. 5,000 ഷെയർസാണ്. അപ്പോൾ ഡ്യൂ ആകും. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 25,000. അത് ബാങ്കിൽ കിട്ടുന്നു. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 25,000. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.